നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രം ഇന്ന് തകർക്കും നാളെ തകർക്കുമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഭീഷണിയുമായി എത്തുന്ന ആളാണ് ഖലിസ്ഥാൻ ഭീകരൻ പന്നു. അടുത്തിടെ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ആക്രമണ ഭീഷണി മുഴക്കിയിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ അടിത്തറ ഞങ്ങൾ ഇളക്കുമെന്നാണ് പന്നു തന്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നത്. അക്രമാസക്തമായ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ജന്മസ്ഥലമായ അയോധ്യയുടെ അടിത്തറ ഞങ്ങൾ ഇളക്കുമെന്നാണ് പന്നു വീഡിയോയിൽ പറയുന്നത്. എന്നാൽ പന്നുവല്ല, ഏത് കൊമ്പത്തെ ഭീകരൻ വന്നാലും ഹിന്ദുക്കളുടെ നേട്ടമായ രാമക്ഷേത്രത്തെ തൊടാൻ പോലും ഇവന്മാർക്കൊന്നും കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴത്തെ അയോധ്യയിലെ രാമക്ഷേത്രം ആക്രമിക്കാൻ പദ്ധതിയിട്ട ഒരു ഭീകരൻ അറസ്റ്റിലായിരിക്കുകയാണ്. അറസ്റ്റിലായ അബ്ദുൾ റഹ്മാൻ ഫൈസാബാദ് സ്വദേശിയാണ്. ഫരീദാബാദിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇവിടെ വെച്ചാണ് അയാൾ തീവ്രവാദ ഗൂഢാലോചന നടത്താൻ പദ്ധതിയിട്ടത്. ഇയാളുടെ സമീപത്ത് നിന്ന് 2 ഹാൻഡ് ഗ്രനേഡുകൾ കണ്ടെത്തി. ഇവ സുരക്ഷാ ഏജൻസികൾ നിർജീവമാക്കി. ഇയാൾക്ക് ISIയുമായി ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഗുജറാത്ത് ATSഉം ഫരീദാബാദ് STFഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരൻ അബ്ദുൾ റഹ്മാൻ പിടിയിലായത്. റിപ്പോർട്ടുകൾ പ്രകാരം അറസ്റ്റിലായ പ്രതി അബ്ദുൾ റഹ്മാൻ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രം ആക്രമിക്കുക എന്നതായിരുന്നു പദ്ധതി. റഹ്മാന് നിരവധി തീവ്ര ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഹൈസാബാദിൽ ഇറച്ചിക്കട നടത്തുന്ന ആളാണ് റഹ്മാൻ. ഹൈസാബാദിൽ നിന്ന് ട്രെയിനിലാണ് അബ്ദുൾ റഹ്മാൻ ആദ്യം ഫരീദാബാദിൽ എത്തിയതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇവിടെ നിന്ന് ഒരു ഹാൻഡ്ലർ അദ്ദേഹത്തിന് ഹാൻഡ് ഗ്രനേഡുകൾ നൽകി. ട്രെയിനിൽ അയോധ്യയിലേക്ക് മടങ്ങാനായിരുന്നു പദ്ധതി. അതിനു മുൻപ് തന്നെ അന്വേഷണ സംഘം അയാളെ അറസ്റ്റ് ചെയ്തു. പിടിയിലായ അബ്ദുൾ റഹ്മാനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. കേന്ദ്ര ഏജൻസികളും ഹരിയാന പോലീസും സംഭവത്തിൽ ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇയാളുടെ മൊബൈലും മറ്റും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇയാളുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആളുകളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീളുന്നത്. ഈ ഗൂഢാലോചനയിൽ മറ്റാർക്കൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സുരക്ഷാ ഏജൻസികൾ. സുരക്ഷാ ഏജൻസികളുടെ സൂചന പ്രകാരം അബ്ദുൾ റഹ്മാൻ ISIയുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് മൊറോക്കൻ പ്രവിശ്യ മൊഡ്യൂളിൽ ഉൾപ്പെട്ടിരുന്നു. ഈ മൊഡ്യൂളിൽ അബ്ദുള്ളിനൊപ്പം നിരവധി പേർ ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. അവരെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.